കയറിയിട്ട് ചോറ് വെച്ചിട്ട് എന്താ പറയാ മനസ്സിലുള്ള റാഹത്തായി. ഓൾഡ് വൈബ് കിട്ടി. വൈബ് മാത്രല്ല അവിടുത്തെ ഫുഡ് നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മള് മീൻ പൊരിച്ച് കഴിക്കാനാ പോവാ ചോറ് കഴിക്കാന്. പക്ഷെ ഇവിടെ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് തന്നെ പോവാ. കണ്ണൂർ തളിപ്പറമ്പിൽ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലത്തെ രീതിയിൽ കുക്ക് ചോറും കറിയും ഫിഷൊക്കെ അടുപ്പിൽ കുക്ക് ചെയ്തിട്ടെടുക്കുന്ന നമ്മുടെ മീശക്കാരൻ മണിയേട്ടന്റെ സ്നേഹത്തോടുള്ള സർവിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഊണ് ഫാമിലിയും ഫ്രണ്ട്സിനെയും കൂട്ടി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡി റിഷാദന്മാർ. ഇതുപോലുള്ള വീഡിയോസിനും ഇൻഫർമേഷൻസിനും ഫോളോ മീ. ഞാൻ പൊതുവേ ഊണ് കഴിക്കാൻ കയറുന്നത് തന്നെ ഒരുപാട് ഫിഷും അതുപോലെ തന്നെ മീറ്റും ഒക്കെ കഴിക്കാനും അത് ട്രൈ ചെയ്യാനുമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഊണ് തന്നെയാണ് മെയിൻ. കാരണം ആ സാമ്പാറിൻ്റെ എല്ലാം ക്വാളിറ്റി ഉണ്ടല്ലോ മക്കളെ, അത്രയും അടിപൊളിയാണ്. സാമ്പാർ ഏറ്റവും സൂപ്പർ. മീശൊന്നും നോക്കണ്ട, മൂപ്പര് പാവമാണ്, നമ്മളൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇവർ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവർ കുക്ക് ചെയ്യുന്നത് മുഴുവൻ അടുപ്പിലാണ്. ചോറും കറിയും അടുപ്പിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മീൻ പൊരിച്ചയിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചിക്കൻ ആണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ, മസ്റ്റ് ട്രൈ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ മത്തി പൊരിച്ചും അയില പൊരിച്ചും ഒക്കെ സൂപ്പറാണ്. മസ്റ്റായിട്ട് നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് വരിക ഈ ഒരു എക്സ്പീരിയൻസ്. ഹോട്ടലിൽ തിലകച്ചേട്ടൻ പറഞ്ഞ പോലെ വയറ് ഉറപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റും, മനസ്സ് ഉറപ്പിക്കണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്ത് കയറണം. മണിയേട്ടന്റെ കടയിൽ എല്ലാവരും സാമ്പാറും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ നാടുകാണി, നമ്മുടെ ചപ്പാരപ്പടവിലേക്ക് തെറ്റുന്ന റോഡിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലുള്ള ഹോട്ടൽ സരസ്വതി. എന്തായാലും വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡി റിഷാദ് MR.